റാപ്പിഡ് റെയിലുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട്. DPR തയ്യാറാക്കാൻ ഫണ്ട് ആവശ്യപ്പെട്ട കേന്ദ്രത്തിന് മുഖ്യമന്ത്രി കത്തയച്ചു. കേന്ദ്ര നഗരകാര്യ മന്ത്രിക്കാണ് കത്തയച്ചത്. വിജിൻ വായന്തോട് വിവരങ്ങൾ നൽകാം. വിജിൻ, ഈ റാപ്പിഡ് റെയിലുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം സംസ്ഥാനം എടുക്കുന്നു. സംസ്ഥാന ബജറ്റിലടക്കം റാപ്പിഡ് റെയിൽ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് മറ്റ് DPRനാണ് ഇപ്പോൾ അനുമതി തേടി കത്തയച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലേക്കൊക്കെ സർക്കാർ കടക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എത്രത്തോളം മുന്നോട്ട് പോകുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ? ജിൽസി, വിവാദങ്ങളും തർക്കങ്ങളും ഒക്കെ തുടരുമ്പോഴും RRT പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് തന്നെയാണ് എന്തായാലും സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലാണ് ഇക്കാര്യത്തിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാനും കേന്ദ്ര സർക്കാരിനെ സമീപിക്കാനുമുള്ള തീരുമാനം കൈക്കൊണ്ടത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ മുഖ്യമന്ത്രി കേന്ദ്ര നഗരകാര്യ മന്ത്രിക്ക് നിലവിൽ കത്തയച്ചിട്ടുള്ളത്. RRT പദ്ധതിയുമായി ബന്ധപ്പെട്ട DPR തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഫണ്ട് ആവശ്യപ്പെട്ടാണ് കേന്ദ്ര നഗരകാര്യ മന്ത്രി മനോഹർ ലാൽ ഖട്ടാറിന് മുഖ്യമന്ത്രി കത്ത് നൽകിയിരിക്കുന്നത്. ഇതിൽ പറയുന്നത് 100 കോടി രൂപ പദ്ധതിയുമായി മുന്നോട്ട് പോകാനായി സംസ്ഥാന ബജറ്റിൽ തന്നെ മാറ്റിവെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ 1,92 കോടി രൂപ മൊത്തം ഇതിൽ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയാണ് RRT. ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഈ കത്തിൽ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ 100 കോടി ആദ്യഘട്ട പദ്ധതികളുടെ മറ്റ് പ്രവർത്തനങ്ങൾ പ്രാരംഭ നടപടികൾക്കായാണ് മാറ്റിവെച്ചിരിക്കുന്നത്. 12 വർഷം കൊണ്ടാണ് പദ്ധതികൾ പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാർ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കത്തിൽ തന്നെ വ്യക്തമാക്കുന്നത്. നിലവിൽ സിൽവർ ലൈൻ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള നീക്കമൊക്കെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി മുന്നോട്ട് പോവുകയും അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിമർശനങ്ങൾ ശ്രീധരൻ ഉൾപ്പെടെ ഉന്നയിക്കുകയും ഇപ്പോൾ പുതിയ അതിവേഗ റെയിൽ റാപ്പിഡ് റെയിൽ കൊണ്ടുവരാനുള്ള തീരുമാനത്തിലേക്ക് വന്നപ്പോഴും അത് കേരളത്തിന് അത്ര പ്രായോഗികമായ പദ്ധതിയല്ല എന്നുള്ള നിലയിലുള്ള വിമർശനങ്ങളൊക്കെ ശ്രീധരൻ ഉയർത്തുകയും ശ്രീധരനെതിരായ ഒരു വാക്പോര് തുടരുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടിയാണ് നിലവിൽ കേന്ദ്രത്തെ സമീപിക്കാനുള്ള തീരുമാനത്തിലേക്ക് എന്തായാലും മന്ത്രിസഭാ യോഗം എത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ DPR തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിനുള്ള ഫണ്ട് അനുവദിക്കണം എന്നാവശ്യപ്പെട്ടാണ് കേന്ദ്ര നഗരകാര്യ മന്ത്രിക്ക് ഇപ്പോൾ നിലവിൽ മുഖ്യമന്ത്രി കത്തയച്ചിട്ടുള്ളത്. അതിന്റെ അർത്ഥം സ്വാഭാവികമായും സിൽവർ ലൈൻ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകുന്നു. ഇപ്പോൾ പുതിയ പദ്ധതി റാപ്പിഡ് റെയിൽ പദ്ധതി, അത് നഗരങ്ങളെ കൂടി കോർത്തിണക്കിക്കൊണ്ടുള്ള പദ്ധതിയാണ്. അതിൽ നിലവിൽ മെട്രോ റെയിൽ ഗതാഗതത്തെ കൂടി ഉൾപ്പെടുത്തി അതിനെ കൂടി കണക്ട് ചെയ്തുകൊണ്ട് പോവുകയാണ്. നിലവിൽ കൊച്ചിയിലാണ് മെട്രോ ഉള്ളത്. തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോയുമായി ബന്ധപ്പെട്ട അനുബന്ധ നടപടികൾക്ക് സംസ്ഥാന സർക്കാർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനെ സമീപിക്കുകയും തിരുവനന്തപുരത്തെ മെട്രോയുമായി ബന്ധപ്പെട്ട DPRലേക്ക് കടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3 നഗരങ്ങളിൽ മെട്രോ കൂടി വരുമ്പോൾ ആ നഗരങ്ങളെ കൂടി കൂട്ടിയോജിപ്പിച്ച് നഗരങ്ങളെ യോജിപ്പിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി തന്നെ കത്തിൽ വ്യക്തമാക്കുന്നത്. ജിൽസി.